ഹരിപ്രസാദ് തന്റെ മനസ്സിലുള്ള ആഗ്രഹം നന്ദനയോട് തുറന്നു പറയുന്നു. എല്ലാം അച്ഛനുമായിട്ട് സംസാരിച്ചാൽ മതി. നന്ദനയ്ക്ക് വിവാഹാലോചനയുമായി പനക്കൽ വീട്ടിലെത്തുന്ന ഹരിപ്രസാദിന്റെ അച്ഛൻ പ്രഭാകരനും അമ്മാവൻ അച്യുതനും. ഇവിടുത്തെ നന്ദനയെ എന്റെ മോൻ ഇഷ്ടമാണ്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കല്യാണം ആലോചിക്കാം. നന്ദനയുടെ വിവാഹം എങ്ങനെ മുടക്കാനുള്ള സുമിത്രയുടെ ശ്രമം. കല്യാണം നടത്താതെ പറ്റുമോ? നടത്തും. പിന്നെ ശ്രീധനം, ജംഗ്ഷനിലെ വസ്തു ഉണ്ടല്ലോ, അത് അവൾക്ക് വേണ്ടിയുള്ളതാണ്. നന്ദനയോട് വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന അച്ഛൻ. അവിടെ എത്തുന്ന സുമിത്ര. എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ ഇളയ പിള്ളേര് കൂടെ ചെന്നാ അവള് വിലക്കും. ഒറ്റയ്ക്ക് സർക്കിട്ട് എങ്കിലല്ലേ വേണ്ടപ്പെട്ടവരെ വഴിയിൽ കാണാൻ പറ്റൂ. ശേഖരൻ സുമിത്രയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നു. ഇനി തുടർന്ന് കാണുക. ഞാൻ കയറിയ സ്റ്റോപ്പില്ലേ, അതിനടുത്ത ഓഫീസ്. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റി. ജോലി എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. അല്ല, നന്ദൻ ഇവിടെ പോയിട്ട് വരുന്നു? അത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമായിരുന്നു. എന്നിട്ട് കല്യാണ ചടങ്ങുകളെല്ലാം കണ്ടുപിടിച്ചോ? ഇനി അധികം സമയമൊന്നും ഓർക്കണം. സോറി. താങ്ക്സ്. ഈ വഴി ഇങ്ങനെ രണ്ടായിട്ട് വെട്ടിയ മനുഷ്യന്മാര് ഭയങ്കര ബോറന്മാരാ. വഴി വെട്ടിയവരോ? അതെന്താ? നോക്ക്, ഇവിടെ വെച്ച് വഴി രണ്ടായിട്ട് പിരിയല്ലേ. ഇതിലെ എനിക്കും അതിലെ തനിക്കും പോകണം. മറിച്ച് ഒറ്റ വഴി തുടരുകയായിരുന്നെങ്കിൽ നമുക്കൊരുമിച്ച് ഇനിയും പോകായിരുന്നില്ലേ? ആ, സാരമില്ല, ഒരു മാസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ രണ്ട് വഴിക്ക് പോവില്ല. ഒന്നിച്ച് ഈ വഴിയെ നടക്കും, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്. അല്ല, നമ്മുടെ ജീവിതത്തിലേക്ക്. എന്താ? ഞാൻ പോട്ടെ. അമ്മേ, നന്ദേച്ചു വന്നിട്ടുണ്ട്. പോയി ഞാൻ വിളിക്കുന്നെന്ന് പറ.
ചേച്ചി നന്ദേച്ചി. ചേച്ചി അമ്മ വിളിക്കുന്നു. എന്തിനാ? അത് പറഞ്ഞില്ല. ഞാൻ വരുന്നു പറ. ആ ശരി ചേച്ചി. അമ്മേ, എന്താ വിളിച്ച വരാൻ ഇത്ര താമസം? ഞാൻ വരാൻ തുടങ്ങായിരുന്നു. പശു പറമ്പിൽ കിടന്ന് നനയുന്ന കാര്യം നിനക്കറിയില്ലേ? അതോ ആ മിണ്ടാപ്രാണി പനി പിടിച്ച് ചാവട്ടെന്നാണോ? ഞാൻ വരുമ്പോഴേക്കും ആരെങ്കിലും അഴിച്ചു തൊഴുത്തി കെട്ടെന്ന് വിചാരിച്ചു. ആരഴിച്ചു കേട്ടുവെന്ന്? അതിന് നീ ആരെങ്കിലും ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? പശുവിന്റെ കാര്യം നോക്കുന്നത് നീയല്ലേടി എന്നും? നീ എവിടെ എഴുന്നള്ളത്തിന് പോയതായിരുന്നു ഇന്ന്? രേഷ്മയുടെ കല്യാണത്തിന്. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടല്ലേ പോയത്. അയ്യോ പറഞ്ഞേ. കല്യാണം കൂടാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? മിക്കവാറുള്ള കൂട്ടുകാരെല്ലാരും വന്നു. യാത്രയൊക്കെ കൂട്ടുകാർ ഒരുമിച്ചായിരുന്നോ? ആ, ഇങ്ങോട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞത്. നിന്റെ കല്യാണം കഴിഞ്ഞോ? നിശ്ചയം കഴിഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നീ ഹരിപ്രസാദിന്റെ കൂടെ യാത്ര ചെയ്തത്? അമ്മ, അത് ബസ്സിൽ വെച്ച് ഓർക്കപ്പുറത്ത് കണ്ടെന്നേ ഉള്ളൂ. എന്നാര് പറഞ്ഞു? ഒരുമിച്ച് ഒരു സീറ്റില് മുട്ടിയിരുന്നായിരുന്നല്ലോ യാത്ര. പോരാത്തതിന് കൊഞ്ചലും കുഴയിലും. അമ്മ, ഞാൻ ഇതൊന്നും ഇവിടെ ആരും അറിയില്ലെന്ന് കരുതിയോ? ബസ്സിലേ വേറെ യാത്രക്കാരുണ്ടായിരുന്നു. നീ കണ്ടു കാണില്ല. സ്വപ്നലോകത്തായിരുന്നല്ലോ. നാട്ടുകാരറിയാതെ പനക്കല കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞോ, മധുവിധു യാത്ര പോകുന്നത് കണ്ടല്ലോ എന്നൊക്കെ ഒരാൾ വിളിച്ചു പറഞ്ഞത്. എന്റെ തൊലി ഉരിഞ്ഞു പോയി. അമ്മേ, മിണ്ടിപ്പോവരുത്. ഇനിയുണ്ട് ഈ വീട്ടിലെ 2 പെൺപിള്ളേര്. നീ ഇങ്ങനെ നടന്നാലേ അതിന്റെ പേരുദോഷം അവർ കൂടിയാ. നിനക്ക് വല്ലവന്റെ തോളിൽ തൂങ്ങി അങ്ങ് പോയാ മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലമ്മേ. പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അടുത്ത സീറ്റിലിരുന്നു, അത്രേ ഉള്ളൂ. ബസ്സിൽ വേറെ ആൾക്കാരങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവരാരും കൊഞ്ചിക്കുഴയൊന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ സപ്പോർട്ടുണ്ടെന്ന് കരുതി അധികം അങ്ങ് നെകളിച്ചാലേ അടിച്ച് പുറം പൊളിക്കും ഞാൻ. പറഞ്ഞില്ലാന്ന് വേണ്ട. ശകലം തൊലിവെളുപ്പുണ്ടെന്ന് കരുതി എല്ലാം ആയെന്ന് വിചാരിക്കല്ലേ. ദൈവഭയം വേണം. അതെങ്ങനെയാ? അച്ഛൻ അങ്ങനെയല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഉടനെ കല്യാണം നടക്കാൻ പോകുന്നു കരുതിയാ നിന്റെ അഹങ്കാരമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഓർത്തോ, കല്യാണ തീയതിയെക്കുറിച്ച് ഒരു ധാരണ ആയിട്ടേ ഉള്ളൂ. നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഹരിപ്രസാദ് ഉണ്ടല്ലോ, നിന്റെ ഭാവി ഭർത്താവ്. മിറ്റത്തോട്ട് ഇറങ്ങുമ്പോ അവന്റെ തലയിലൊരു തേങ്ങ വീണാ മതി, എല്ലാം തീരും. അല്ലെങ്കിൽ ഒരു അപകടം, തീർന്നുവല്ല. അമ്മേ, നിന്റെ നാളും നക്ഷത്രവും വെച്ച് നോക്കിയാ അവനങ്ങനെ സംഭവിച്ചില്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് അധികം അങ്ങോട്ട് കിഴക്കോട്ട് പോവാതെ കേട്ടോ. ചെന്ന് പശുവിനെ അഴിച്ചു കേട്ടടി. നാളെയല്ലേ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം. ഇപ്പൊ സന്തോഷായില്ലേ? ഞാൻ പോട്ടെ. ശരി. എന്താ എന്താ ചേച്ചി? എന്തു പറ്റി? വല്ല സ്വപ്നവും കണ്ടോ? വല്ലാതെ വേർത്തല്ലോ. വെള്ളം കുടിക്കണോ? ഇത്രമാത്രം പേടിക്കാൻ എന്ത് സ്വപ്ന കണ്ടത്? ഒന്നുമില്ല, നീ കിടന്നോ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ? ദേഷ്യപ്പെടുവോ? ചോദിക്കേ.
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യ. തിരിച്ചറിവായ കാലം മുതൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഞങ്ങളോട് പറയാത്ത എന്ത് വിഷമമുണ്ട് നന്ദേച്ചിക്ക്. വെറും വിഷമമല്ല, മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഏതോ കാര്യമായ സങ്കടം. അത് എന്താണെന്ന് പറയൂ? നമ്മൾ രണ്ടുപേരോടും അച്ഛനാണ് കൂടുതൽ ഇഷ്ടം. അമ്മയ്ക്ക് അനിലേച്ചോടാ സ്നേഹം. അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാ. പിന്നെ പെൺകുട്ടികൾ എന്ന നിലയ്ക്ക് നമ്മളോടമ്മ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് ഇടപെടുന്നത്. അതിനപ്പുറം നന്ദേച്ചെ നൊമ്പരപ്പെടുത്തുന്ന വിഷയം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ആ വീർപ്പൂട്ടലിനുള്ള കാരണം എന്താണെന്ന് എന്നോട് പറയിച്ചേ. രണ്ടു കൂട്ടരും പറഞ്ഞതനുസരിച്ച് അടുത്ത മാസം 14-ാം തീയതിയാണ് കല്യാണ മുഹൂർത്തം കുറിച്ചിരിക്കണേ. സമയം എപ്പോഴാന്നാ പറഞ്ഞേ? പകല് 11:20-നും 11:35-നും മധ്യയാണ് മുഹൂർത്തം. അപ്പോ എല്ലാവർക്കും രാവിലെ വന്നു ചേരാനുള്ള സമയമുണ്ട്. ഇനി ജാതകം കൈമാറാം. ഈശ്വര, അടുത്ത മാസം 14 പറഞ്ഞാലും ദിവസങ്ങൾ പിടിഞ്ഞങ്ങ് പോകും. കുറി അടിപ്പിക്കണം, ക്ഷണിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. പണി കൂടുതലും പെണ്ണുവീട്ടുകാർക്കാ. അത് പിന്നെ അങ്ങനെയല്ലേ? കൊള്ളാം. അതെ, എന്റെ അനുജനൊരു വണ്ടിയുണ്ട്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയാൻ പഠിക്കണ്ട, അവൻ വണ്ടി വിട്ടു. ഏയ് വേണ്ട, സൈറ്റിൽ ഓടുന്ന വണ്ടിയുണ്ട്. അത്യാവശ്യത്തിന് അവര് വരും. പിന്നെ ഹരിയുടെ കൂട്ടുകാരെല്ലാം കൂടി ഒരു 10-20 പേര് വരും. അല്ല, അവനെവിടെ? അവര് ചെറുക്കനും പെണ്ണും കൂടെ അപ്പുറം ഇരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. പ്രധാനപ്പെട്ട വിഷയം ഇങ്ങോട്ട് ചോദിക്കാതിരുന്നത് നിങ്ങളുടെ മര്യാദ. എന്നാലും ഞാനത് അങ്ങോട്ട് പറയണമല്ലോ. കയ്യിലും കഴുത്തിലും എന്തെങ്കിലും ഇട്ട് കല്യാണം നടത്തി പെൺകുട്ടിയെ അങ്ങോട്ട് തന്നാൽ മാത്രം പോരല്ലോ. മറ്റു ചിലത് കൂടിയുണ്ട്. ഈ വീടും പറമ്പും കൂടാതെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന ജംഗ്ഷനിൽ എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പൊ അതിന്റെ വിലയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. കുടുംബത്തിന്റെ പ്രധാന ആസ്തി ആ വസ്തുവാണ്. അത് നന്ദനയുടെയും ഹരിപ്രസാദിന്റെയും പേരിൽ എഴുതി കൊടുത്തേക്കാം. കല്യാണം കഴിയുന്നതിന്റെ പിറ്റേ ദിവസം, അതായത് 15-ാം തീയതി, അവരുടെ പേരിൽ അത് രജിസ്റ്റർ ആക്കി തരാം. അല്ല, അതിവിടെ എല്ലാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ടാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. അത് നന്ദനയുടേതാണ്. ഞങ്ങളായിട്ടൊരു അഭിപ്രായം പറയുന്നില്ല. ഒക്കെ ശിവരാമൻ ചേട്ടന്റെ മനോധർമ്മം പോലെ ആയിക്കോട്ടെ. ഒരച്ഛനെന്ന നിലയ്ക്ക് എന്റെ കടമയാണത്. അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നില്ല, അത്ര തന്നെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആ കല്യാണം മുടക്കിയിട്ടായാലും അവളെ ഒതുക്കിയിട്ടായാലും അത് വിട്ടുകൊടുക്കില്ല ഞാൻ. അച്ഛനെന്ന നിലയ്ക്കുള്ള കടമയാണ് പോലും. ആ പെണ്ണിന്റെ മാത്രം അച്ഛനാണോ അയാള്? അപ്പൊ നിന്റെ മക്കളോ? റൂട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നാ? 4 മക്കളും തമ്മിൽ വേർതിരിവ് കാണിക്കില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. എന്നിട്ടിപ്പോ അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇത് പക്ഷഭേദമാണ് സുമിത്രേ. നിന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ പറ്റിക്കാൻ ഞാൻ നിന്ന് കൊടുക്കണമെന്നാണോ? സുമിത്ര അതിന് കിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം.
നന്ദനയുടെ കല്യാണം നടന്നാൽ നമ്മൾ വിചാരിക്കുന്നൊക്കെ ചീറ്റിപ്പോവും. മനസ്സിൽ കണ്ടത് അപ്പടി വടികുത്തി പിരിയും. ഈ കല്യാണം നടക്കുന്ന ലക്ഷണമാണ് കാണുന്നേ. അവൾ ആ പയ്യനെ വളച്ചെടുത്തു എന്നാ തോന്നണേ. വളയ്ക്കോ ഓടിക്കോ അത് അവരുടെ കാര്യം. ദേ, കല്യാണം നടന്ന ജംഗ്ഷനിലെ വസ്തു നഷ്ടപ്പെടും. അളിയനത് നന്ദനയുടെ പേർക്ക് എഴുതി കൊടുക്കും അത് ഞാൻ നടത്തില്ല എന്നും പറഞ്ഞ് കൈകെട്ടി നിന്നാ പോരാ. സുമിത്രേ, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ കെട്ടിന് മുമ്പേ ചെയ്യണം. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്നും വേണ്ടിയിട്ടല്ല, നീയും നിന്റെ മക്കളും കബളിപ്പിക്കപ്പെടരുത്. എനിക്കത്രേ ഉള്ളൂ. എന്റെ മക്കളും കൂടി അനുഭവിക്കേണ്ട സ്വത്ത് അങ്ങനെ അന്യാധീനപ്പെട്ടു പോവാൻ ഞാൻ സമ്മതിക്കില്ല. നോക്ക്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ബഹളം വെക്കുകയും വേണ്ട. ബുദ്ധിപൂർവം ചെയ്യേണ്ട കാര്യമായിട്ട്. അളിയൻ ഒതുങ്ങിയും പതുങ്ങിയും നിന്നിട്ട് സമയമായപ്പോ കൂടെ തുറന്ന് പാമ്പിനെ പുറത്തെടുത്തിട്ട് അതിനെ തല്ലിക്കൊല്ലാൻ പോയ അപാകതയാവും. അളിയൻ പോലും അറിയാതെ ആ പാമ്പിനെ കൂടിലേക്ക് കയറ്റണം. അതിനുള്ള വഴിയാ നോക്കേണ്ടത്. സുമിത്ര വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ. വഴി കണ്ടെത്തും. കല്യാണം മുടക്കിയിട്ടായാലും അവളെ ഒതുക്കിയിട്ടായാലും ആ സ്വത്ത് വിട്ടുകൊടുക്കില്ല ഞാൻ. ഈ വാശിയാ വേണ്ടത്. സുമിത്ര, ധൈര്യമായിട്ട് നിൽക്ക്. ഈ ശേഖരേട്ടനുണ്ട് കൂടെ. ആ, അച്ഛൻ നേരത്തെ വന്ന വഴിപാടുകളെല്ലാം നടത്തി. ഇവിടെ വെച്ചിപ്പോ തമ്മിക്കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും. നന്ദന സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരാറുണ്ടോ? ഞാനങ്ങനെ പതിവുകാരനല്ല. വിശേഷിച്ച് എന്തെങ്കിലും ഉള്ളപ്പോ വരും, തൊഴുത് പ്രാർത്ഥിക്കും. എന്നിട്ട് ഇന്ന് സ്വന്തം കാര്യം മാത്രമാണോ പറഞ്ഞത്, അതോ എന്നെ കുറിച്ച് ഓർത്തോ? മനഃശാസ്ത്രം അറിയാമെന്ന് തോന്നല്ലോ നന്ദനയ്ക്ക്. ഇന്ന് സത്യത്തില് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നപ്പോ തന്റെ കാര്യമാണ് എന്റെ മനസ്സിലേക്ക് വന്നത്. ചുരുക്കത്തില് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ നന്ദനയ്ക്ക് വേണ്ടിയാ. ചുരുക്കത്തില് പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയല്ല, എന്റെ നന്ദനയ്ക്ക് വേണ്ടിയാ. ഞാൻ പ്രാർത്ഥിച്ചതും എനിക്ക് വേണ്ടിയല്ല. ഈ ഒരാളിന്റെ ആരോഗ്യം, സന്തോഷം, സമാധാനം, ദീർഘായുസ് എല്ലാത്തിനും വേണ്ടി അപേക്ഷിച്ചു. നാളെ നമ്മൾ ഒന്നാവുകയാണ്. ഇനി ദിവസത്തിന്റെ എണ്ണം പറയണ്ടല്ലോ, മണിക്കൂറുകൾ കണക്കാക്കിയാൽ മതി. ഇതേ സമയത്ത് നാളെ നന്ദന എന്നെ സ്വന്തമാവുക. ഇപ്പൊ കേക്കാവോ? ആ പറ. ഞങ്ങളിതേ 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങും. നല്ല ഫ്രണ്ട്സാ. ഇന്നലെ വരണമെന്ന് പറഞ്ഞിട്ട്
ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് വന്നാൽ മതി. പിന്നെ മനീഷേ. വഴി അറിയില്ലേ? ശരി, ദേ അച്ഛൻ എന്നെ വിളിക്കുന്നു. മനീഷേ, മനീഷേ. ആ എന്താ അച്ഛാ? മനീഷേ, എടാ പൈപ്പിൽ വെള്ളമില്ലെന്ന്, നീ ആ മോട്ടർ ഒന്ന് അടിച്ചേ. എടാ ഒന്ന് ഉത്സാഹിച്ച് നിക്കടാ. ശരി, അച്ഛാ. ചെല്ല്. ആഹാ. നമസ്കാരം ആ വരണം വരണം. അതോടെ ഇല്ലു. മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി ടച്ചപ്പ് ചെയ്യുമല്ലോ അല്ലേ? അതൊക്കെ അതിന്റെ കൃത്യസമയത്ത് ചെയ്തിരിക്കും. ഒരു ബ്യൂട്ടി സ്പോട്ട് ദാ ഇവിടെ ആയിട്ട് കൊടുത്താ നന്നായിരിക്കും അല്ലേ? എന്റെ അമ്പിളി നീ ഒന്ന് അടങ്ങിയിരിക്കുക. ഇത്രയും ഒരുക്കം തന്നെ അധികം. അതെ, ഇന്നത്തെ ദിവസം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞങ്ങൾ അനുസരിച്ചാ മതി. ആ നീ ഇവിടെ തന്നെ നിൽക്കുവാണോ? അമ്മ വിളിക്കുന്നു. അനിലേച്ചി, ഒരു ബ്യൂട്ടി സ്പോട്ട് ദാ ഇവിടെ വേണ്ടതല്ലേ? അല്ലാതെ തന്നെ ആവശ്യത്തിന് ബ്യൂട്ടി ഉണ്ട് നന്ദേച്ചിക്ക്. നിന്നെ പോലെ കോലമോന്തൊന്നും അല്ല. ദേ മതി, തല്ലുകൂടിയ രണ്ടിനെ ഇവിടുന്ന് പുറത്താക്കും. പറഞ്ഞേക്കാം. ഒന്ന് നേരെ ഇരുന്നേ.